നമസ്കാരം. ഭാരതത്തിന്റെ ആത്മാവിനെ തൊട്ടറിയാൻ, പുരാണങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആഴങ്ങളിലേക്കിറങ്ങിച്ചെല്ലാൻ തയ്യാറാണോ? ആത്മീയതയുടെയും ശാന്തതയുടെയും ഈ പുതിയ അറിവുകൾക്കായി ഡിവൈൻ കാം വൈബ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കൂടെ ഉണ്ടാവുമല്ലോ. കണ്ണൂർ മണ്ണിലെ തളിപ്പറമ്പ് താലൂക്കിലെ ആന്തൂർ നഗരസഭ, വളപട്ടണം നദിക്കരയിൽ ഭക്തിയുടെ പാവനമായ പുണ്യതീരം. അവിടെയാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ കുടികൊള്ളുന്നത്. എന്താണ് ഈ ദിവ്യരൂപത്തിന്റെ ചരിത്രം? നമുക്ക് കേൾക്കാം. അയ്യങ്കര ഇല്ലത്ത് വാഴുന്നവർക്കും പത്നി പാടിക്കുട്ടി അമ്മയ്ക്കും സന്താനങ്ങളില്ലായിരുന്നു. ശിവഭക്തയായ അമ്മയുടെ പ്രാർത്ഥനയ്ക്കൊടുവിൽ ഒരിക്കൽ ഒരരുവിയിൽ കുളിക്കാനായി പോയ പാടിക്കുട്ടി അമ്മയ്ക്ക് അവിടെ നിന്നൊരു കുഞ്ഞിന് ലഭിച്ചു. ആ കുട്ടി അങ്ങനെ അവരുടെ കൂടെ സന്തോഷമായി വളർന്നു. എന്നാൽ ആ കുട്ടിയുടെ സ്വഭാവ സവിശേഷതകൾ ഇല്ലത്തിന് നിരക്കാത്തതായിരുന്നു. കാട്ടിൽ വേട്ടയ്ക്കും വിനോദത്തിനുമായി അലഞ്ഞും താഴെ ജാതിക്കാരുമൊത്ത് ഭക്ഷണം പങ്കിട്ടും ആ ബാലൻ അലഞ്ഞു നടന്നു. മാതാപിതാക്കളുടെ ശാസനകൾക്ക് വഴങ്ങാത്ത ആ ബാലൻ ഒരു ദിവസം തന്റെ വിശ്വരൂപം കാണിച്ച് മാതാപിതാക്കളെ സാഷ്ടാംഗം പ്രണമിപ്പിച്ചു. അപ്പോൾ അവർക്ക് ബോധ്യമായി, മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ദൈവമാണെന്ന്. പിന്നീട് ദൈവം യാത്രയായത് കുന്നത്തൂരിലേക്കായിരുന്നു. അവിടെ അടിയാൻ സമുദായത്തിൽപ്പെട്ട ചന്ദൻ എന്ന കള്ളുചെത്തുകാരനുണ്ടായിരുന്നു. തന്റെ പനകളിൽ നിന്ന് പതിവായി കള്ളു മോഷ്ടിക്കുന്നത് ചന്ദന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കള്ളു മോഷ്ടിക്കുന്നവനെ തേടി കാവലിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ പനയുടെ മുകളിൽ ഒരു വൃദ്ധൻ കള്ളു കുടിക്കുന്നതായി അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വൃദ്ധനെ അമ്പെയ്തു കൊല്ലാൻ ചന്ദൻ ശ്രമിച്ച നിമിഷം അവൻ ബോധരഹിതനായി വീണു. അത് വൃദ്ധരൂപത്തിൽ വന്ന മുത്തപ്പനായിരുന്നു. ഭർത്താവിനെ തിരക്കി വന്ന അവന്റെ പത്നി ചുറ്റുമൊന്നും ആരെയും കാണാത്തതുകൊണ്ട് മരത്തിനു മുകളിൽ കണ്ട ആ വൃദ്ധനെ ബഹുമാനപൂർവ്വം മുത്തപ്പ എന്ന് വിളിച്ചു കരഞ്ഞു. ആ വിളികേട്ട ദൈവം ചന്ദനെ രക്ഷിച്ചു. ആ സന്തോഷത്തിൽ അങ്ങനെ അവർ പുഴുങ്ങിയ ധാന്യങ്ങളും തേങ്ങാപ്പൂളും ചുട്ട മീനും കള്ളും മുത്തപ്പന് നൽകി. അവിടം ഒരുപാട് ഇഷ്ടമായ മുത്തപ്പൻ കുന്നത്തൂരിനെ തന്റെ ഭവനമാക്കി തിരഞ്ഞെടുത്തു. അതാണ് ഇന്നും വിശ്വാസികൾ പൂജിക്കുന്ന കുന്നത്തൂർ പാടി എന്നറിയപ്പെട്ടത് എന്ന് വിശ്വാസങ്ങൾ പറയുന്നു. കുന്നത്തൂരിൽ ഏതാനും വർഷങ്ങൾ താമസിച്ചതിനു ശേഷം മുത്തപ്പൻ തന്റെ അവതാരത്തിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിനായി കൂടുതൽ അനുയോഗ്യമായ ഒരിടത്തേക്ക് മാറുവാൻ തീരുമാനിച്ചു. കുന്നത്തൂർ പാടിയിൽ നിന്ന് ആകാശത്തേക്ക് മുത്തപ്പൻ ഒരമ്പ് തൊടുത്തുവിട്ടു. ഈ അമ്പ് പറശ്ശിനിക്കടവിൽ വന്നു വീണു. ഇവിടെയാണ് പ്രശസ്തമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിനടുത്തുള്ള തീർത്ഥത്തിൽ നിന്ന് പ്രകാശം ചൊരിഞ്ഞ ഈ അമ്പ് ഇന്ന് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ ഒരൾത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതിനുശേഷം മുത്തപ്പൻ പറശ്ശിനിക്കടവിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം. ഇങ്ങനെയാണ് മുത്തപ്പന്റെ കഥ എന്ന് പറയപ്പെടുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.